യോലുപൊക്കെ ഇല്ലാതെ എന്ത് ക്രിസ്മസ്? ആരാണ് യോലുപൊക്കെ എന്നറിയണ്ടേ? അവർക്ക് ക്രിസ്മസിൽ എന്താണ് റോളെന്നാണോ ആലോചിക്കുന്നത്? എന്നാൽ നമ്മൾ ഇനി പോകുന്നത് ഈ യോലുപൊക്കിയുടെ നാട്ടിലെ ക്രിസ്മസ് വിശേഷങ്ങളിലേക്കാണ്. എല്ലാ വർഷവും മുടങ്ങാതെ കൈനിറയെ സമ്മാനങ്ങൾ കൊണ്ടുവരുന്ന യോലുപൊക്കിയുടെ നാടേതാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആരാണ് യോലുപൊക്കി എന്നല്ലേ? ആള് നമ്മുടെ സാന്റ തന്നെ. പുരാണങ്ങളനുസരിച്ച് സാന്റയുടെ നാട് വടക്കൻ യൂറോപ്യൻ രാജ്യമായ ഫിൻലൻഡാണ്. ഫിൻലൻഡിലാണ് സാന്റയെ യോലുപൊക്കി എന്ന് വിളിക്കുന്നത്. യോലു എന്ന ഫിന്നിഷ് വാക്കിന്റെ അർത്ഥം ക്രിസ്മസ് എന്നും പൊക്കി എന്നാൽ ആടെന്നുമാണ്. ഫിൻലൻഡിന്റെ വടക്കുഭാഗത്തുള്ള ലാപ്ലാൻഡ് എന്ന സ്ഥലത്താണ് സാന്റ താമസിക്കുന്നതെന്നാണ് ഫിന്നിഷ് വിശ്വാസം. പേര് പോലെ തന്നെ യോലുപൊക്കിയുടെ നാട്ടിലെ ക്രിസ്മസ് ആഘോഷവും പാരമ്പര്യ രീതികളനുസരിച്ചാണ് ഇന്നും തുടരുന്നത്. ക്രിസ്മസ് രാവിൽ ഫിൻലൻഡുകാരുടെ പ്രഭാത ഭക്ഷണം അരി കൊണ്ടുള്ള കഞ്ഞിയും പ്ലം കൊണ്ടുള്ള ജ്യൂസുമാണ്. വൈകുന്നേരമായാൽ എല്ലാവരും സെമിത്തേരികളിൽ പോയി കുടുംബാംഗങ്ങളുടെ ശവകുടീരങ്ങൾ സന്ദർശിക്കും. മഞ്ഞു മൂടിക്കിടക്കുന്ന ശ്മശാനം വിളക്കുകൾ കൊണ്ട് പ്രകാശിപ്പിക്കും. രാവിലെ കഞ്ഞി കൊണ്ട് ലളിതമായെങ്കിൽ വൈകുന്നേരം വിഭവങ്ങൾ സമൃദ്ധമാണ്. ഭക്ഷണത്തിനൊപ്പം കളിചിരിയും തമാശകളും തീൻമേശയെ ധന്യമാക്കും. പരമ്പരാഗത ബിർച്ച് ബോക്സുകളിൽ ചുട്ടെടുത്ത ഉരുളക്കിഴങ്ങിനൊപ്പം വിളമ്പുന്ന പന്നിയിറച്ചിയാണ് ഊണുമേശയിലെ പ്രധാന താരം. കൂടാതെ റുട്ടബേഗ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എന്നിവയുൾപ്പെടെ വിവിധ പച്ചക്കറികൾ കൊണ്ടുള്ള വിഭവങ്ങളും. മസാലകളെല്ലാം ചേർത്ത പ്ലം ജാമിനൊപ്പം അരി കൊണ്ടുള്ള പുഡിങ്ങോ കഞ്ഞിയോ ആണ് കൂട്ട്. ഈ പുഡിങ്ങിൽ ഒരു ബദാം ഒളിപ്പിക്കും. ഇത് കണ്ടെത്തുന്ന ആൾക്ക് അടുത്ത വർഷം ഭാഗ്യമുള്ളതാകുമെന്നാണ് ഇവരുടെ വിശ്വാസം. അത്താഴത്തിനു ശേഷം അവരുടെ യോലുപൊക്കി തന്റെ റെയിൻഡിയറുമായി സവാരിക്കിറങ്ങും. ഓരോ വീടുകളും സന്ദർശിക്കും. സമ്മാനങ്ങൾ നിറച്ച വലിയ ചാക്കുമായി വരുന്ന സാന്റ ഓരോ വീടിനു മുന്നിലെത്തി ഇവിടെ കുട്ടികളുണ്ടോ എന്ന് ഉച്ചത്തിൽ ചോദിക്കുമത്രേ. ഉണ്ടെന്നാണ് മറുപടിയെങ്കിൽ അവർ വർഷം മുഴുവനും നല്ലവരായിരുന്നോ എന്ന് അടുത്ത ചോദ്യം. നല്ലവരെങ്കിൽ മുറ്റത്തെ ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിൽ അവർക്കുള്ള സമ്മാനങ്ങൾ റെഡി. മറിച്ചാണെങ്കിൽ കൽക്കരിയാകും ലഭിക്കുക. നമ്മുടെ സാന്റയെക്കുറിച്ച് ഫിന്നിഷ് കഥ ഇങ്ങനെയൊക്കെയാണ്. അത് മുത്തശ്ശിക്കഥയോ നാടോടിക്കഥയോ ആകട്ടെ, എന്തായാലും ഡിസംബർ മാസമായാൽ ലോകമെമ്പാടുമുള്ള ആളുകൾ ഫിൻലൻഡിലെ സാന്റാക്ലോസിന് കത്തുകളയക്കും. അവരുടെ യോലുപൊക്കി അതൊക്കെയും വായിക്കുമെന്നാണ് ഫിൻലൻഡുകാരുടെ വിശ്വാസം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.